എന്താണ് പരിണാമം, എവല്യൂഷൻ? ഭൂമിയിലെ ജീവന്റെ വികാസത്തെയാണ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ സെന്റൻസിൽ പറയാം. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രതിഭാസമാണത്. ഈ എവല്യൂഷണറി തിയറി പറയുന്നത് ഒരു പ്രിമിറ്റീവ് പ്രോട്ടോസോവ എങ്ങനെയാണ് എന്ന് കാണുന്ന ഈ മില്യൺ കണക്കിന് സ്പീഷീസായി മാറിയത് എന്നുള്ള ഒരു കഥയാണ് അത് പറയുന്നത്. ഇത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. നമ്മൾ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു നാടൻ പട്ടിക്കുട്ടിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പക്കിനെ കാണുമ്പോഴും, ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡോബർമാനെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരേ പൂർവികരിൽ നിന്ന് ഇത്രയധികം വ്യത്യസ്തതകളുള്ള 2 സ്പീഷീസ് അല്ലെങ്കിൽ 4 സ്പീഷീസ് ഉണ്ടായതെന്ന് നമ്മൾ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യത്തെയാണ് ഇന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് എങ്ങനെയാണ് പരിണാമം വർക്ക് ചെയ്യുന്നത്, എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ കോംപ്ലക്സ് ആണെന്ന് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും പലരും. പക്ഷേ അങ്ങനെ ഒരു 8 മിനിറ്റ്, മാക്സിമം പോയ 10 മിനിറ്റിനുള്ളിൽ ഏറ്റവും സിമ്പിളായിട്ട് എവല്യൂഷൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്. പൂർവികൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിനായിട്ട് നമുക്ക് ആനിമൽസിലേക്ക് ഫോക്കസ് ചെയ്യാം, മൃഗങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം, എങ്ങനെയാണ് ഒരു ജീവിക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്, വേറൊരു സ്പീഷീസിനെ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഒരു സ്പീഷീസ് നോക്കാം. എന്താണ് ഒരു ജീവിവർഗം? ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ പ്രത്യുൽപാദനം നടത്താൻ ശേഷിയുള്ള, റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള, പുതിയൊരു തലമുറയെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു ജീവി സമൂഹം. അവയ്ക്ക് പിന്നെയും അതിൻ്റെ തലമുറകൾക്ക് വീണ്ടും അത് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ഓഫ് അനിമൽസിനെയാണ്, ഒരു കൂട്ടം അനിമൽസിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2 പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് യൂണീക്നെസ് ആണ്, രണ്ടാമത്തെ പോയിന്റ് സെലക്ഷൻ ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക, ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ യൂണീക്നെസ്, രണ്ടാമത്തെ സെലക്ഷൻ. ഒന്നാമത്തെ പോയിന്റ് യൂണീക്നെസ് നമുക്ക് ആദ്യം നോക്കാം. അതായത് നിലനിൽക്കുന്ന എല്ലാ ജീവികളും യൂണീക്കാണ്, വ്യത്യസ്തരാണ്. ഇത് എവല്യൂഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ യൂണീക്നെസ് എന്ന് പറയുമ്പോൾ ഒരു സ്പീഷീസിലുള്ള എല്ലാ ജീവികളെയും കാണാൻ ഏകദേശം ഒരേപോലെ ആയിരിക്കും. പക്ഷേ അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, ചെറിയ സ്വഭാവ സവിശേഷതകളുണ്ടാവും, വ്യത്യാസങ്ങളുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ചിലപ്പോൾ മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കും, ഒരാൾ ചിലപ്പോൾ വണ്ണം കൂടിയ ഒരാളായിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ തടി ഉണ്ടാവും, ഒരാൾക്ക് ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും, ഒരാൾക്ക് പൊക്കം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ചെറിയ ഡിഫറൻസസ് ഉണ്ട്. എന്താണ് ഈ ഡിഫറൻസിന് കാരണം? ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് നോക്കാം. എല്ലാ ജീവികളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്, കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങൾക്കെല്ലാം തന്നെ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ടാവും, ക്രോമസോമിനുള്ളിൽ DNA ഉണ്ടാവും, DNAകൾക്കുള്ളിൽ ജീനുകളുണ്ടാവും. ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ടു പ്രോസസ്. ഓക്കെ, എല്ലാം ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ജീനുകളാണ് നമ്മുടെ ലൈഫ് ഇൻഫർമേഷൻ ക്യാരിയേഴ്സ്, ജീവനെ പറ്റിയുള്ള വിവരങ്ങൾ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഈ ജീനുകൾക്കുള്ളിൽ ഈ സെല്ലുകൾക്കുള്ള ഓർഡറും അവയ്ക്കുള്ള ഇൻസ്ട്രക്ഷൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നു. ഇതാണ് ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകളെയും ട്രൈറ്റ്സിനെയൊക്കെ തീരുമാനിക്കുന്നത്. ഈ DNA എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും യുണീക്ക് ആവുന്നത്, വ്യത്യസ്തരാകുന്നത്. എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് DNAs ഉണ്ടാകുന്നത്? അതിനുള്ള ഒരു കാരണം ക്രമാതീതമായ പ്രത്യുൽപാദനമാണ്, റീപ്രൊഡക്ഷനാണ്. നമ്മൾ ചുറ്റും നോക്കിയാൽ മനസ്സിലാവും, എല്ലാ ജീവികളും നിലനിൽക്കാൻ ആവശ്യമുള്ളതിലധികം ഓഫ്സ്പ്രിങ്സിനെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഒരു നായ മരിച്ചാൽ അതിന് നിലനിൽക്കാനായിട്ട് മറ്റൊരു നായയെ റീപ്ലേസ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ നായക്കുട്ടികളെ ആ നായ ഉണ്ടാകുന്നത്? മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെ. അതിനുള്ള കാരണം എന്താവും മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഏതായാലും അങ്ങനെയുള്ള ക്രമാതീതമായി റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഓഫ്സ്പ്രിങ്സ് കൂടുന്നോ, എത്രത്തോളം കുട്ടികൾ കൂടുന്നോ, എത്രത്തോളം തലമുറകൾ കൂടുന്നോ, അത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും യൂണീക്കാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണ്. ഇതാണ് എക്സാക്ട്ലി പ്രകൃതിക്ക് വേണ്ടത്. ഇതാണ് നേച്ചറിന് കറക്റ്റായിട്ട് വേണ്ടത്. എത്രയധികം ഡിഫറൻസ് ഉണ്ടാകുന്നു, പറ്റാവുന്ന ഇത്രയും വ്യത്യാസങ്ങൾ, അതാണ് പ്രകൃതിക്ക് ആവശ്യം. അതെല്ലാം മുന്നോട്ട് പോകുമ്പോൾ കറക്റ്റായി ക്ലിയറായി വരെ ശ്രദ്ധിച്ച് കഴിയുക. അപ്പോൾ ഈ DNAകളുടെ കൈമാറ്റം ഇങ്ങനെ നടക്കുമ്പോൾ 2 ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ അവിടെ വരുന്നുണ്ട്. റീകോമ്പിനേഷനും മ്യൂട്ടേഷനും. ഈ 2 കാര്യങ്ങളാണ് എവല്യൂഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജീവികളുടെ DNAയുടെ റാൻഡം മിക്സിംഗ് ആണ്. 2 ജീവികളാണ് ചേരുമ്പോൾ അവയുടെ ജീനുകൾ 2 തവണ റീകമ്പൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യത്തെ തവണ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്യാമേറ്റ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ്. ഗ്യാമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗും സ്പേമും അവ ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് ആദ്യത്തെ റീകമ്പൈനേഷൻ സംഭവിക്കുന്നത്. ഗ്യാമേറ്റ്സ് അവരുടെ പകുതി ജീനുകളെടുത്ത് ഷഫിൾ ചെയ്യുന്നു. രണ്ടാമത്തെ റീകോമ്പിനേഷൻ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻസെമിനേറ്റ് ചെയ്യുമ്പോഴാണ്. മെയില് ഫീമെയിലിനെ ഇൻസെമിനേറ്റ് ചെയ്യുന്ന സമയത്താണ്, ഇന്ന് ചേരുന്ന സമയത്താണ്. അപ്പോൾ 2 പേരൻസും അവരുടെ DNAയുടെ 50% കൊടുക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അവരുടെ 50% സ്വഭാവ സവിശേഷതകൾ കൊടുക്കുകയാണ്. അത് പിന്നെ റീകമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്യുന്ന ഫലമായിട്ടാണ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നത്, കുട്ടികളുണ്ടാകുന്നത്. ഇത് സ്പീഷീസിലെ ഡൈവേഴ്സിറ്റി, വ്യത്യസ്തതകൾ കൂട്ടുന്നു. ഇതാണ് റീകോമ്പിനേഷൻ.
ഇനി മ്യൂട്ടേഷനും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡി എൻ എയുടെ റാൻഡം ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡി എൻ എ കോപ്പിങ്ങിലെ എറേഴ്സ് ആയിട്ട് പറയാം, ചെറിയ മിസ്റ്റേക്കുകളായിട്ട് പറയാം. പലപ്പോഴും ഇങ്ങനെയുള്ള ഡി എൻ എ കോപ്പിങ്ങിന് എറേഴ്സ് റിസൾട്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ്. ചിലപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് അത് കാരണമായേക്കും. പക്ഷേ അതെന്താണ്ട് ന്യൂട്രലായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും അല്ലാത്തൊരു ഫലമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ പോസിറ്റീവായിട്ട് ഔട്ട്കം ആയിരിക്കും ഈ പറയുന്ന ഡി എൻ എ കോപ്പിങ്ങിലെ എറേഴ്സ് കാരണം ഉണ്ടാവുക. ഈ ന്യൂട്രലായിട്ടുള്ള എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ നീലക്കണ്ണുകൾ അല്ലെങ്കിൽ പൂച്ചക്കണ്ണുകളൊക്കെ ഈ പറയുന്ന കോപ്പിങ്ങിൽ ഒരു ന്യൂട്രൽ എറേഴ്സാണ്. അതുകൊണ്ട് ദോഷവും ഇല്ല ഗുണവും ഇല്ല എന്നുള്ളൊരവസ്ഥ. ഇതിൽ ഏത് കേസാണെങ്കിലും മ്യൂട്ടേഷൻ ഗ്യാമേറ്റ്സിന് എഫക്റ്റ് ചെയ്യണം. കാരണം ഗ്യാമേറ്റ്സിലുള്ള ഡി എൻ എ ആണ്, ജീൻസാണ് ഓഫ്സ്പ്രിങ്സിലേക്ക് പോവുക. എന്തായാലും ഞാൻ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ എല്ലാത്തിലും ഒരു കീ വേർഡ് ഉണ്ട്, റാൻഡ്. ഓൾ ദീസ് റിസൾട്ട്സ് ആർ ബേസ്ഡ് ഓൺ ചാൻസ്. എല്ലാം ഒരു ചാൻസിൻ്റെ പുറത്ത് നടക്കുന്നതാണ്. റാൻഡം മ്യൂട്ടേഷൻ, റാൻഡം റീകോമ്പിനേഷൻ, റാൻഡം മിക്സിങ്, റാൻഡം സെലക്ഷൻ, അത് വരുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒരു ചാൻസിൻ്റെ പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ, ചുറ്റും നടക്കുന്ന ജീവികൾ നോക്കിയാൽ നമുക്ക് തോന്നത്തില്ല. അതായത് ഇപ്പോൾ ഒരു എലിയെ പിടിക്കാൻ പറ്റിയ രീതിയിലാണ് ഒരു പാമ്പ് ഉണ്ടായിരിക്കുന്നത്, പാമ്പിനെ പിടിക്കാൻ പറ്റിയ രീതിയിലാണ് ഒരു കീരി അല്ലെങ്കിൽ പരുന്നുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാം കണക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും ജീവി ഇപ്പോൾ പോളാർ ബേഴ്സിനാണെങ്കിൽ വെള്ള ഫറുണ്ട്. അങ്ങനെ എല്ലാ ജീവികൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവം, പ്രകൃതിക്കിണങ്ങിയ രീതിയിലുള്ള ഒരു സംഭവമാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ജീവിത ശൈലിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വെറും ചാൻസ് ആയിരിക്കും, ഇതൊക്കെ വെറും റാൻഡമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നൊരു സംശയം നമുക്ക് തോന്നും. അവിടെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ 2 പോയിൻ്റായിരുന്നു, യൂണീക്നെസ്സും സെലക്ഷനും. ഈ സെലക്ഷൻ എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവിരിക്കുന്നത്. എല്ലാ വ്യക്തികളും, എല്ലാ ഇൻഡിവിജ്വൽസും, എല്ലാ ജീവികളും നാച്ചുറൽ സെലക്ഷനും വിധേയമാണ്. നമ്മൾ നേരത്തെ പഠിച്ച് എങ്ങനെയാണ് ഓരോരുത്തരും യൂണീക്ക് ആവുന്നത് എന്നുള്ളത്, ഓരോ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് യൂണീക്ക് ആവുന്നത് എന്നുള്ളത്. പക്ഷേ അവർ ജീവിക്കുന്ന പരിസ്ഥിതിക്ക് ഇത് വലിയൊരു എഫക്റ്റ് ഉണ്ട്. അത് പല കാരണങ്ങളായിരിക്കാം. ചിലപ്പോൾ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണമായിരിക്കാം, ചിലപ്പോൾ അവരെ ഭക്ഷിക്കുന്ന എരപിടിയന്മാരായിരിക്കാം, പ്രഡേറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ക്ലൈമറ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ദേഹത്തുള്ള പാരസൈറ്റ്സ് ആയിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഏതൊരു കാരണമായാൽ നേരത്തെ പറഞ്ഞ റാൻഡം മിക്സ് ചിലപ്പോൾ അവരെ ആ കാലാവസ്ഥയിൽ, ആ പരിസ്ഥിതിക്ക് സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ സഹായിക്കാത്തതായിരിക്കാം. പരിസ്ഥിതിക്ക് പറ്റാത്ത മിക്സ് ഉള്ളവർ എൻവയോൺമെൻറ്റിൽ നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ എലിമിനേഷൻ പൗട്ട് പോലൊക്കെ ചിന്തിച്ചാൽ മതി. അതായത് അവിടുത്തെ ആ പരിസ്ഥിതിക്ക് പറ്റാത്തവർ ആ ഒരു സ്ഥലത്ത് നിന്നും എലിമിനേറ്റ് ചെയ്യപ്പെടും, മരിച്ചു പോകും. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടാതെയാവും, ചിലപ്പോൾ അവർക്ക് അവരെ മറ്റുള്ള ജീവികൾ ഭക്ഷിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ കാലാവസ്ഥ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ എലിമിനേറ്റ് ചെയ്യപ്പെടും. അവിടെ എലിമിനേറ്റ് ആവാതെ അവിടുത്തെ പരിസ്ഥിതിക്ക് ജീവിക്കാൻ പറ്റിയ മിക്സ് ഉള്ളവർ സർവൈവ് ചെയ്യും. അവർ വീണ്ടും പ്രത്യുൽപാദനം നടത്തി ആ മിക്സ് അടുത്ത തലമുറയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു സ്പീഷീസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇതുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി, വ്യത്യസ്തത ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറ്റാവുന്നത്രയും ഡിഫറൻസസ്, അതാണ് എക്സാക്ട്ലി നേച്ചറിന് വേണ്ടതെന്ന്. ഇതാണ് അതിനുള്ള കാരണം. ഇത് തന്നെയാണ് ആവശ്യത്തിലധികം ഓഫ്സ്പ്രിങ്സിനെ ജീവികൾ ഉണ്ടാക്കാനുള്ള കാരണം അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉള്ള ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും ഉണ്ടാവുക. ചിലതൊക്കെ മരിച്ചു പോയാലും ചിലതൊക്കെ സർവൈവ് ചെയ്യും. അങ്ങനെ ആ ഒരു തലമുറ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഇതേ കൂടുതൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഏതായാലും ഒരു എക്സാമ്പിൾ വെച്ച് ഞാനിത് പറഞ്ഞുതരാം. ഒരു കൂട്ടം ഫിഞ്ചസ്, ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിളാണ്. ഒരു കൂട്ടം പക്ഷികൾ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെടുകയാണ്. ഇങ്ങനെ എത്തിപ്പെട്ടു. അവിടെ അവർക്ക് സ്വർഗമായിരുന്നു. അവർക്ക് ആവശ്യത്തിലധികം ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. അവരെ പിടിക്കുന്ന ഇരപിടിയന്മാർ, പ്രെഡേറ്റേഴ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് അതിനെ ഒരു അടിപൊളിയായിട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ഓഫ്സ്പ്രിങ്സ് പെരുകാൻ തുടങ്ങി. അവർക്ക് ഇത്രയധികം സൗകര്യങ്ങളുണ്ട്, അവർക്ക് വേറെ കാരണമൊന്നുമില്ല പെരുകാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ അവർ പെരുകാൻ തുടങ്ങി. അങ്ങനെ പെരുകി ക്രമാതീതമായിട്ട് ഇവർ കൂടിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ആ സ്ഥലത്ത് ഇല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെയാണ് നാച്ചുറൽ സെലക്ഷൻ ഇൻ്റർവ്യൂ ചെയ്തത്. എന്താണ് സംഭവിച്ചത്? കൊക്കിൻ്റെ നീളം കൂടിയവർക്ക് ചെറിയ വ്യത്യാസമാണ്. ഇത്രയധികം പെരുകിയപ്പോൾ പല വ്യത്യാസങ്ങളുള്ള ഓഫ്സ്പ്രിങ്സ് ആയിരുന്നു ഉണ്ടായത്. അതിൻ്റെ അത് കൊക്കിന് നീളം കൂടിയവർക്ക് മണ്ണിൻ്റെ അകത്തുനിന്ന് വോംസിനെ, വിരകളെ പിടിക്കാൻ എളുപ്പമായി. കുറുകിയ കൊക്കുള്ളവർക്ക് ചില വിത്തുകളൊക്കെ കടിച്ചു പൊട്ടിക്കാൻ എളുപ്പമായി തുടങ്ങി. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള നീഷുകളിലേക്ക് അവർ മാറി. അങ്ങനെ 2 നീഷുകളിലേക്ക് മാറി. ഇതൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്തു? ഡെഡായിപ്പോയി, മരിച്ചുപോയി. അവർക്ക് സർവൈവ് ചെയ്യാൻ വേറെ മാർഗ്ഗങ്ങളില്ലാതെ, കാരണം ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള നീഷുകൾ അവർ വളർന്നു വന്നു. അവർ അതിലും പെരുകാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെരുകി ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇവർക്ക് തമ്മിൽ മേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം അത്രത്തോളം ഡിഫറൻസ് അവരിലുണ്ടായിപ്പോയി. ഒരു കൂട്ടം ഈ വരെ പിടിക്കുന്ന കൂട്ടരും വിത്ത് കഴിക്കുന്ന കൂട്ടരും തമ്മിൽ അത്രത്തോളം ഡിഫറൻസ് ഉണ്ടായി. ആൻഡ് അറ്റ് എ പോയിന്റ്
അത് ഒരുപാട് കൂടിയിട്ട് അവർക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് ഗാലപ്പഗോസ് എന്ന് പറയുന്ന ഐലൻഡ്സിലെ ഒരു കഥകളാണ്, ഫിഞ്ചസിൻ്റെ കഥയാണ്. ഇത് റിയൽ ലൈഫിൽ നടന്നൊരു കഥയാണ്. ഇന്ന് അവിടെ 14 വെറൈറ്റി ഓഫ് ഫിഞ്ചസ് ഉണ്ട്. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരേ പൂർവികരിൽ നിന്നും ആദ്യമെത്തിയ ഒരേ കൂട്ടം പക്ഷികളിൽ നിന്നാണ് ഇന്ന് അവിടെ കാണുന്ന 14 തരത്തിലെ ഫിഞ്ചസ് പക്ഷികൾ അവിടെ ഉണ്ടായത്. ഇങ്ങനെയാണ് പുതിയ സ്പീഷീസുകൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ഞാനും നിങ്ങളും ഉൾപ്പെടെയായിട്ട് എല്ലാവരും 350 കോടി വർഷത്തെ അല്ലെങ്കിൽ 3.5 ബില്യൺ വർഷത്തെ എവല്യൂഷൻ്റെ പരിണിത ഫലമാണ്. പക്ഷേ ഇന്ന് വരെ ജീവിച്ചിരുന്ന എല്ലാ ജീവികളെയും എടുത്താൽ, ഇപ്പോൾ നിലനിൽക്കുന്ന ജീവികളല്ല, ഇന്ന് വരെ ജീവിച്ചിരുന്ന എല്ലാ ജീവികളെയും എടുത്താൽ 99% ജീവികളും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്, വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ഒക്കെ ഒരു സക്സസ് സ്റ്റോറിയുടെ, ഒരു വിജയഗാഥയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യുണീക്കായിട്ടുള്ളൊരു സംഭവം. സ്റ്റേ ക്യൂരിയസ്. ഏതായാലും നിങ്ങൾക്ക് എവല്യൂഷനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വിശദീകരിച്ച് തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ എഴുതുക. താങ്ക് യു.